ലീഗിന്റെ നേതാക്കളൊക്കെ ഇന്ന് വ്യക്തമാക്കിയത്. അല്ല, അതിൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. വഖഫിനകത്ത് എടുത്തിട്ടുള്ള ഇടതുപക്ഷത്തെ നിലപാട് വ്യക്തമാണ്. ഇടതുപക്ഷം അതിൽ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ 2 വേക്കൻസി ഫില്ല് ചെയ്യാമായിരുന്നില്ല. അത് ചെയ്യാതെ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ ഇരട്ടത്താപ്പ് സ്വീകരിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസ് UDF ആണ്. BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എടുക്കുന്ന ഒരു നിലപാടാണ് ഒരു BJP ഇതര സർക്കാർ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാര്യങ്ങൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നിലപാട് ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. KP കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് PM3 വിഷയത്തിലും ഇത്തരത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന അതിന്റെ വഴി UDF സർക്കാരിന് മേലിടുകയാണ് എന്നതാണ്. PM3 UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ വലിച്ചെറിയെന്ന് പറഞ്ഞ നേതാവ് ഇന്ന് മന്ത്രിയല്ലേ. അറബിക്കടലിൽ ഇങ്ങനെ ഇടക്കിടക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.